ഇപ്പോൾ മണിയൻപിള്ള രാജു ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ മണിയൻപിള്ള രാജു, ഏറ്റവും അടുത്ത് നിന്നൊരാൾ, ഏറ്റവും വലിയൊരു സൗഹൃദ വലയം നിങ്ങൾക്കൊപ്പം ഉണ്ടാക്കിയെടുത്ത ഒരാൾ, മലയാള സിനിമയ്ക്ക് എഴുത്തുകൊണ്ട് അഭിനയം കൊണ്ട് എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരാൾ, ഒരു വലിയ യുഗമാണോ അവസാനിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. 1975 തൊട്ട് ഒന്നിച്ച് ഒരേ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹം ഫിലിം ചേംബറിൽ നിന്നും ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഇങ്ങോട്ടുള്ള ഈ പുള്ളിയുടെ 48, ഞാൻ സിനിമ വന്നിട്ട് 50 വർഷമായി. ഇതിനിടയ്ക്ക് ഞാൻ പുള്ളിയുടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി എന്റെ 2 പടങ്ങൾക്ക്, വെള്ളാനകളുടെ നാടും ഒരു നാൾ വരുന്നുള്ള 2 മോഹൻലാൽ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ ഉപരി എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും എപ്പോഴും കാണുകയും ചെയ്യുന്ന സുഹൃത്തുക്കളായിരുന്നു. ഈ അടുത്ത കാലത്ത് മാത്രമേ ഉള്ളൂ ഫോണിൽ കൂടെയുള്ള സംസാരത്തിന് അങ്ങോട്ട് ഒരു വ്യക്തത ഇല്ലാതെ ഞാൻ നേരിട്ട് കാണുകയാണ് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ പോയി നേരിട്ട് കണ്ടു സംസാരിച്ചു. ഇപ്പം അദ്ദേഹത്തിന് വയ്യായിരുന്നു ഇടയ്ക്ക്, അപ്പൊ അത് കാരണം കുറച്ച് നാളായിട്ട് എഴുത്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും മലയാളത്തിലെ 3 ബെസ്റ്റ് റൈറ്റേഴ്സ് ആരെന്ന് വെച്ചാൽ ഞാൻ MT വാസുദേവൻ, പത്മരാജൻ ചേട്ടനെയും പിന്നെ ശ്രീനിവാസനെയും പറയുന്നു. ഒരു അംഗീകാരം എന്താണ്? MT വാസുദേവൻ നായർ, പത്മരാജൻ, പിന്നെ ശ്രീനിവാസൻ, അതിനപ്പുറം ഒരു അംഗീകാരം കൊടുക്കാനില്ല നമുക്ക്. അതെ, എത്രയോ പുതിയ ആൾക്കാർ തിരക്കഥയായിട്ടൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു ബേസിക്കലി ഒരു അറിവ് വേണം തിരക്കഥയെ കുറിച്ച്. നിങ്ങൾ ശ്രീനിവാസന്റെ തിരക്കഥ അല്ലെങ്കിൽ പത്മരാജൻ ചേട്ടന്റെ അല്ലെങ്കിൽ MT സാറിന്റെ നോക്കുക. ഇത് വായിക്കാതെ നിങ്ങൾ തിരക്കഥ എഴുതി എങ്ങനെ, അതിന്റെ സൈഡിൽ എന്ത് എഴുതണം, എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിൽ പോക്ക്, ഒഴുക്ക്, സീൻ മാർക്ക് ചെയ്യുന്നതൊക്കെ, അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ശ്രീനിവാസൻ തന്നെയാണ് ഉത്തമ ഉദാഹരണം. പക്ഷെ ശ്രീനിവാസൻ എല്ലാ സ്ക്രിപ്റ്റിനും ഹോംവർക്ക് ചെയ്യും, ഒരു ഓൺലൈൻ ഉണ്ടാക്കുമെങ്കിലും സെറ്റിൽ വെച്ചാണ് അധികം സീൻസ് ഒക്കെ എഴുതുന്നത്. അതെല്ലാം എന്താ പറയാ, ഒരു വാക്ക് പോലും മാറ്റേണ്ടി വരില്ല, അത്ര പെർഫെക്റ്റ് ആയിരുന്നു ശ്രീനിവാസൻ. അതിലൊക്കെ പോയി എനിക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നെ സംബന്ധിച്ചോളം ഒരു നല്ല സുഹൃത്താണ്. ഒരു തമാശ പറഞ്ഞാൽ ഏങ്ങി പൊട്ടിച്ചിരിക്കുന്ന ഒരാള്, അല്ലാതെ വേറെ വളരെ തമാശ പറയുമ്പോൾ ശ്വാസം പിടിച്ചത് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പുള്ളി പറയുന്ന തമാശയിലും അങ്ങനെയാണ്. ചുമ്മാ പാഴ് വാക്ക് വർത്തമാനങ്ങളൊന്നും ശ്രീനിവാസന്റെ ഇല്ല. നിങ്ങൾ ആ സന്ദേശം എന്നൊക്കെ പടം വെള്ളാനുള്ളത് കണ്ടുപോകണം. പുള്ളിയുടെ ഡയലോഗ്സിന്റെ ചാരുത. മണിയൻപിള്ള രാജു ഈ വെള്ളാനകളുടെ നാടിനെ കുറിച്ച് വായിച്ചിട്ടുള്ളതാണ്. അതായത് ഈ കഥ പ്രിയദർശനെ കേൾപ്പിക്കുമ്പോൾ പ്രിയദർശൻ ദേഷ്യപ്പെട്ടു എന്നും ഇങ്ങനെ ഒരു വരണ്ട പ്രമേയം നീ എങ്ങനെ സിനിമയായിട്ട് എഴുതുമെന്നാണെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അങ്ങപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സിനിമയ്ക്ക് സീനുകൾ ഓരോന്നായി എഴുതി വരുമ്പോൾ പ്രിയദർശനും അങ്ങുമൊക്കെ പൊട്ടിച്ചിരിച്ചുവെന്നും നടന്മാർ അഭിനയിച്ചവർ തന്നെ പൊട്ടിച്ചിരിച്ചുവെന്നും പിന്നീട് അത് തിയേറ്ററുകളിലെത്തുമ്പോൾ മുഴുവൻ പ്രേക്ഷകരും അത് ഏറ്റെടുത്ത് പൊട്ടിച്ചിരിക്കുകയായിരുന്നുവെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ആ ഷൂട്ടിങ്ങിന് വേണ്ടി അവിടെ ചെന്ന് ഇറങ്ങി ആ കഥ പറഞ്ഞു വന്നപ്പോഴത്തേക്കും കഥ പ്രിയന് ഇഷ്ടപ്പെട്ടില്ല, ഇത് ശരിയായില്ലെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് നമുക്ക് ഷൂട്ടിംഗ് ഒരു 3 ദിവസം കഴിഞ്ഞ് തുടങ്ങാം, ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശ്രീനിവാസൻ ഉണ്ടാക്കിയതാണ് പുതിയ കഥ. അതാണ് വെള്ളാനകളുടെ നാട്. ആദ്യത്തെ കഥ നമ്മൾ വേണ്ടത് വെച്ചു. പിന്നെ അങ്ങനെ 20 ദിവസം അന്നന്ന് സീൻ എഴുതി കൊടുത്തയക്കുമായിരുന്നു. പുള്ളി ആ സമയത്ത് പൊന്മുട്ട ഇടുന്ന താറാവിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അവിടുന്ന് സീൻസ് വരും എഴുതും. എന്നാൽ 20 ദിവസം കൊണ്ട് ആ പടം പൂർത്തിയാക്കി. അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ആണ്. മോഹൻലാലിന്റെ തന്നെ കഥാപാത്രങ്ങൾ 10 കഥാപാത്രങ്ങൾ എടുത്താൽ CP നായർ എന്നുള്ള കഥാപാത്രം അതിലെ നായിക വേഷം ഒരു മൈൽ സ്റ്റോൺ ആണ്. അങ്ങനെയാണ്. എന്നാലും ശ്രീനിവാസന്റെ ഒരു വിയോഗം നമ്മളെ സംബന്ധിച്ചും ഭയങ്കര നല്ലൊരു സുഹൃത്ത്, നമ്മുടെ ആത്മാവ് സുഹൃത്ത്, എന്ത് പറയാനുള്ള ആള് അങ്ങനത്തെ ഒരാളാണ് പോയത്. ഭയങ്കര സങ്കടമുണ്ട്. ഈ മണിയൻപിള്ള രാജു, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് മലയാള സിനിമയിൽ നിലനിന്നു വന്ന ഒരു എഴുത്തിന്റെ രീതിയുണ്ട്, തിരക്കഥയുടെ രീതി, അതൊക്കെ മാറ്റിമറിച്ച ഒരാളല്ലേ ശ്രീനിവാസൻ? ചുരുക്കം ചിലരിൽ ഒരാളാണ് ശ്രീനിവാസൻ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ MT സാറിന്റെ സ്ക്രിപ്റ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി പത്മനാഭൻ ചേട്ടൻ്റെ തന്നെ ഒരു പുതുമ വന്നു. അതുപോലെ വേറൊരു കാലത്ത് ഇറങ്ങിയ ഒരു അതുല്യ പ്രതിഭയാണ് ശ്രീനിവാസൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി അത് ഒറ്റയ്ക്ക് ഒരു എന്താ പറയാ നേടിയെടുത്ത വിജയങ്ങൾ തന്നെയാണെല്ലാം. ഒരു അഭിനേതാവ്, തിരക്കഥാകൃത്ത് എന്നതിനൊക്കെ അപ്പുറം ഒരു മികച്ച സുഹൃത്തിനെയാണ് ശ്രീ മണിയൻപിള്ള രാജുവിന്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ആരുടെ കള്ളം പറയുക, പാഴ്വാക്ക്, അതൊന്നുമില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ. നേർവഴിയിലൂടെ പോയൊരു സൗഹൃദമാണ് ഇവിടെ അവസാനിക്കുന്നത്. അതാണ് നമ്മുടെ സങ്കടം, നമ്മുടെയൊക്കെ. വളരെയധികം നന്ദി ശ്രീ മണിയൻപിള്ള രാജു, ഒപ്പം ചേർന്നതിനും ശ്രീനിവാസനെ അനുസ്മരിച്ചതിനും.